Hi students, once again welcome back to Regional Learning Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +2 സൈക്കോളജി എക്സാമിന് 100% ചോദിക്കാൻ ചാൻസ് ഉള്ള വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. എത്രയ്ക്ക് മാർക്കിന് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്റർ ഈ 3 ചാപ്റ്ററിൽ നിന്നും കൂടി മാത്രമായിട്ട് ഏകദേശം 33 മാർക്കിന് ചോദ്യം വരും. അതായത് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് 12 മാർക്കിന്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന്, മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 11 മാർക്കിന്, പിന്നെ നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്ക്, ദെൻ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്ക്, 6th ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക്, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക്. ഇങ്ങനെ 60 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഏറെക്കുറെ നല്ല മാർക്കുള്ളതായി. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റർ എളുപ്പമാണ്, അതിൽ നിന്ന് 2 വേർഡ്സ് ആണ് കൂടുതലായിട്ട് വരിക. എസ്സേകളൊക്കെ കൂടുതലായിട്ടും ആദ്യത്തെ 3 ചാപ്റ്റർ നിന്നാവും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. നമ്മൾ +2 സൈക്കോളജിയിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് വേരിയേഷൻസ് ഇൻ സൈക്കോളജിക്കൽ അട്രിബ്യൂട്ട്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി വിവരിക്കുക. ഇതൊരു എസ്സേ ആണ് വരിക, 6 മാർക്കിൻ്റെ എസ്സേ. ഇതിൽ പ്രധാനമായിട്ടും 8 ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്കത് ഓൾറെഡി അറിയാൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ മാത്തമാറ്റിക്, അതേപോലെ തന്നെ സ്പേഷ്യൽ, മ്യൂസിക്കൽ, ബോഡ്ലി കൈനറ്റിക്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് നാച്ചുറലിസ്റ്റിക്. ഇത് ഓരോന്നും എഴുതിയിട്ട് അതെന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അടുത്തതും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതായത് ഇന്റലക്ച്വൽ ടെസ്റ്റ് ബേസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നേച്ചർ ഓഫ് ഐറ്റംസ്. ബുദ്ധി പരീക്ഷണങ്ങളുടെ വിവിധ തരം ഏതൊക്കെയെന്നുള്ളത് വിവരിക്കണം. വ്യത്യസ്ത തരത്തിലുള്ള ഇന്റലക്ച്വൽ ടെസ്റ്റുകൾ ഏതൊക്കെയെന്നുള്ളത് എഴുതണം. അപ്പോൾ ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്, വെർബൽ, നോൺ വെർബൽ ഉണ്ട്, പിന്നെ പെർഫോമൻസ് ടെസ്റ്റുകളുണ്ട്, അതേപോലെ തന്നെ കൾച്ചറൽ ഫയേഴ്സ് ഉണ്ട്, കൾച്ചറൽ ബേസ്ഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഓരോന്നും വിശദമായിട്ട് എഴുതണം. പിന്നെ ഒരു 2 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അതായത് ഗിഫ്റ്റഡ് കുട്ടികളുടെ 2 സവിശേഷതകൾ വിവരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ എന്തൊക്കെയായിരിക്കും, ഹൈ സ്പീഡ് ഇൻ പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ ആണ്, അഡ്വാൻസ്ഡ് ലോജിക്കൽ തിങ്കിങ് ആണ്, ഹൈ സെൽഫ് എസ്റ്റീം ആണ്, ആൻഡ് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് കൂടാതെ ചിലപ്പോൾ നമ്മൾ ഈ IQ എങ്ങനെ കാണുക എന്നുള്ളതും ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അതിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം, എങ്ങനെയാണ് IQ കണക്കാക്കുന്നുള്ളത്. ഇനി നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ആണ് സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു 10 മാർക്കിന് ചോദ്യം വരും. അപ്പോൾ അതിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഡിസ്ക്രൈബ് ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഫ്രോയിഡിന്റെ വ്യക്തിത്വ വികസന ഘട്ടങ്ങൾ വിവരിക്കുക. ഇതൊരു ഏറെക്കുറെ എന്തായാലും വരും. ഫ്രോയിഡിന്റെ വ്യക്തിത്വ വികസന ഘട്ടങ്ങൾ, നിങ്ങൾ ഓരോ ഘട്ടങ്ങളും അതിൽ എന്ത് ചെയ്യണം, ഏജിന്റെ റേഞ്ചും കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം വിവരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഓറൽ സ്റ്റേജ് ആണെങ്കിൽ അത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്, അങ്ങനെ ഓരോ 5 സ്റ്റേജസും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ എനി 3 പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അതായത് വ്യക്തിത്വം നിർണ്ണയിക്കാനുള്ള ഏതെങ്കിലും 3 പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കണം. അപ്പോൾ റോസാക്ക് ഇൻക്ലൂഡ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, TAT, ദെൻ അതേപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഉണ്ട്, ഓർ ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്. ഈ ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, അവിടെ വിവരിച്ച് വെക്കണം. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇതൊക്കെ. ചിലപ്പോൾ ഒരു 2 മാർക്കിന് TAT എന്താന്ന് മാത്രം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ TATന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ആൽപോർട്ട്സ് ട്രയറ്റ് തിയറി. തിയറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആൽപോർട്ടിന്റെ ട്രയറ്റ് തിയറി ചുരുക്കി വിവരിക്കണം. അപ്പോൾ ആൽപോർട്ട് ട്രയറ്റുകൾ വ്യത്യസ്ത രീതിയിലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഡോമിനന്റ് ഉണ്ട്, ജനറൽ ഉണ്ട്, പിന്നെ സിറ്റുവേഷണൽ ഉണ്ട്. അപ്പോൾ ഈ ട്രയറ്റുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ടവിടെ വിവരിച്ച് വെക്കുക. ദെൻ പിന്നെ 3ാമത്തെ ചാപ്റ്റർ ആണ് മീറ്റിംഗ് ലൈഫ് ചാലഞ്ചസ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. 11 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അതിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ 6 ടെക്നിക് ടു മാനേജ് സ്ട്രെസ്. സ്ട്രെസ് നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള 6 മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോന്നും എഴുതിയിട്ട് എന്ത് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താണ് സ്ട്രെസ് എന്ന് എഴുതണം, ഡെഫിനിഷൻ എഴുതണം, പിന്നെ 6 മാർഗ്ഗങ്ങൾ എഴുതണം, അത് വിവരിക്കും വേണം. അതായത് റിലാക്സേഷൻ ടെക്നിക്ക് ഉണ്ട്, പിന്നെ മെഡിറ്റേഷൻ ഉണ്ട്, ബയോ ഫീഡ്ബാക്ക് ഉണ്ട്, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉണ്ട്, കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഉണ്ട്, ആൻഡ് എക്സസൈസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, വിവരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ജനറൽ അഡോപ്ഷൻ സിൻഡ്രോം. എന്താണ് ജനറൽ അഡോപ്ഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു 3 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതായത് സെലി നിർദ്ദേശമുള്ള ജനറൽ അഡോപ്ഷൻ സിൻഡ്രോം ആണ്.
അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ 3 സ്റ്റേജസ് ഉണ്ട് ഡിഫൈൻ ബൈ ഹെൻസലി. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? അലാം റിയാക്ഷൻ ആണ്, 2 റെസിസ്റ്റൻസ് ആണ്, 3 എക്സോസ്റ്റൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വിവരിച്ച് വെക്കണം. പിന്നെ ഒരു 2 മാർക്കിന് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി അപ്രൈസൽ. അതായത് പ്രൈമറി സെക്കൻഡറി പ്രാഥമിക ദ്വിതീയമായിട്ടുള്ള അപ്രൈസലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയുള്ളതാണ്. അപ്പോൾ 2 മാർക്കാണ് ചോദിക്കുക. ഈ ഡിഫറൻസസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ പ്രൈമറി എഴുതണം, മറ്റേ സൈഡിൽ സെക്കൻഡറി എഴുതണം. എന്നിട്ട് അതിന്റെ ഒരു 2-3 പോയിന്റുകൾ ഒരു സൈഡിൽ വീതം വിവരിക്കണം. ഓക്കെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം? പ്രൈമറിക്ക് എന്തൊക്കെയാണ്? ഒരു സംഭവം നമുക്ക് ഭീഷണിയാണോ എന്ന് പരിശോധിക്കുക. അതേപോലെ തന്നെ സെക്കൻഡറി ആകുമ്പോൾ എന്താണ്? ആ ഭീഷണിയെ നേരിടാൻ നമ്മുടെ പക്കൽ മതിയായ കഴിവുകളുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക? അവിടെ വിശദമായിട്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് സൈക്കോളജിക്കൽ സ്ട്രെസ്, അതിന്റെ സോഴ്സസ് ചോദിക്കും. സൈക്കോളജിക്കൽ സ്ട്രെസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സ്രോതസ്സുകൾ, ഉറവിടം ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. സമ്മർദ്ദത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ പ്രധാനമായിട്ടും ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇൻറ്റേർണൽ ആൻഡ് സോഷ്യൽ പ്രഷർ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെക്കണം. പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ ലൈഫ് സ്കില്ല്, ജീവിത നൈപുണ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും കേട്ടോ. ഡിസ്കസ് എനി 3 ലൈഫ് സ്കിൽസ് ദാറ്റ് ഹെൽപ്പ് ടു മീറ്റ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ജീവിതത്തിലെ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടി സഹായിക്കുന്ന 3 നൈപുണ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇപ്പോൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ ഒരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സൊമാറ്റിക് സിംപ്റ്റം ആൻഡ് ഫീഡിങ് ഓർ ഈറ്റിംഗ് ഡിസോർഡർ. എന്താണ് സൊമാറ്റിക് സിംപ്റ്റം അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡർ എന്താണെന്നുള്ളത് വിവരിക്കാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയാം എന്താണത്? അതൊരു ഫിസിക്കൽ സിംപ്റ്റം ആണ് വിത്തൗട്ട് മെഡിക്കൽ കോസസ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വേർഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചേക്കണ്ടാവും. അപ്പോൾ എന്താ പറയുക, അമിതമായുള്ള വിശപ്പിന് എന്ത് വേർഡാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 4 മേജർ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. 4 പ്രധാനപ്പെട്ട ആങ്സൈറ്റി ഡിസോർഡറുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. അത് വിവരിക്കും വേണം. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, പാനിക് ഡിസോർഡർ ഉണ്ട്, ഫോബിയാസ് ഉണ്ട്, ആൻഡ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഇത് 4 എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പിന്നെ ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കണം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻസ്. അതായത് ഒബ്സഷനും കമ്പൽഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെർസിസ്റ്റന്റ് ആണ്, അൺവാണ്ടഡ് തോട്ട്സ് ആണ്. പിന്നെ കമ്പൽഷനിലേക്ക് വരുമ്പോൾ എന്താണ്? അതെന്താണ്? റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ആണ്, ഡെൻ റെഡ്യൂസ് ആങ്സൈറ്റി. ഇത് കൂടാതെ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. അതായത് നാഡീ വികസന വൈകല്യങ്ങൾ, നമ്മുടെ ADHD, അതേപോലെ തന്നെ ഓട്ടിസം, ദെൻ അതേപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും 1-2 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ഒരു 3 മാർക്കിന് ചോദിക്കും. പിന്നെ ഇത് കൂടാതെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളെ ചിത്രഭമല്ലേ, അതായത് ഷീസോഫീനിയ, അതെന്താന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങളവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്, പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് തെറാപ്യൂത്തിക് അപ്രോച്ചസ്, ചികിത്സാ രീതികൾ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ടെക്നിക് യൂസ്ഡ് ഇൻ ബിഹേവിയർ തെറാപ്പി. ബിഹേവിയർ തെറാപ്പിയിലെ വിവിധ രീതികൾ. അപ്പോൾ നിങ്ങൾ രീതികൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പോലെ ഒരു 4-5 രീതികളില്ലേ, അതെല്ലാം എന്ത് ചെയ്യണം? അവിടെ വ്യക്തമാക്കിയിട്ട് എഴുതണം. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ ഒരു 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫൻസ് മെക്കാനിസം, എക്സ്പ്ലെയിൻ എനി 3. എന്താണ് ഡിഫൻസ് മെക്കാനിസം? പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഏതെങ്കിലും ഒരു 3 വിവരിക്കുക. അതായത് നമ്മുടെ ഉത്കണ്ഠയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈഗോ അബോധപൂർവമായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? റിപ്രഷൻ, അതേപോലെ തന്നെ പ്രൊജക്ഷൻ, പിന്നെ ഡിനയൽ. ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി വെക്കണം. ഈ 2 ക്വസ്റ്റ്യൻ ആണ് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രതിരോധ തന്ത്രങ്ങൾ, ഡിഫൻസീവ് മെക്കാനിസം, അതേപോലെ തന്നെ ബിഹേവിയർ തെറാപ്പിയുടെ രീതികൾ. അപ്പോൾ 2ഉം ഒരു 4 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നിങ്ങൾ ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. അതായത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 4. ഏതെങ്കിലും 4 കോൺസെപ്റ്റ് തരും, അതിന്റെ ഷോർട്ട് നോട്ട് എഴുതണം. അതായത് റിലാക്സേഷൻ ടെക്നിക്ക് എന്താണ്, മെഡിറ്റേഷൻ എന്താണ്, ബയോ ഫീഡ്ബാക്ക്, കോഗ്നിറ്റീവ് വിഷ്വലൈസേഷൻ. ഇത് 4 ഇങ്ങനെ ABCD ആയിട്ട് ഇങ്ങനെ തരും. എന്നിട്ട് അത് ഓരോന്നും എഴുതിയൊക്കെ ഓരോന്നും എഴുതുന്നതിന് 1 മാർക്ക് വീതം, അങ്ങനെ 4 മാർക്കിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
ഇനി നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് സോഷ്യൽ കോഗ്നിഷൻ, മനോഭാവവും സാമൂഹിക ബോധവും. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും ഒരു 7 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 3 മാർക്ക് 4 മാർക്ക് ആ റേഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക, അല്ലെങ്കിൽ ഓൺ വേർഡ് ആയിരിക്കും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. ഒരു 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മനോഭാവത്തിന്റെ ഘടകങ്ങൾ. ABC കോമ്പണൻസ് ഉണ്ട്, അത് ഏതൊക്കെയെന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ABC കോമ്പണന്റ്? അതായത് 1 അഫക്റ്റീവ് ആണ്, 2 ബിഹേവിയറലാണ്, 3 കോഗ്നിറ്റീവ് ആണ് അല്ലേ. അതായത് ഒരു വസ്തുവിനോട് ഒരു വ്യക്തിയോട് ഉള്ള നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം, അല്ലെങ്കിൽ അതിനോട് നമ്മുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, ഇതാണ് അത് 3. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മനോഭാവം രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ള ഒരു 4 മാർക്കിന് ചോദിക്കും. നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് മനോഭാവം രൂപീകരിക്കുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്, രൂപീകരിച്ച് വരുന്നത്, നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾ, സോഷ്യൽ മീഡിയ, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും നമ്മുടെ മനോഭാവം രൂപപ്പെട്ട് വരുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മനോഭാവത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക. അതായത് പ്രോപ്പർട്ടീസ് ആണ്, പ്രോപ്പർട്ടീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പ്രോപ്പർട്ടീസ്, അത് ഒരു 3 മാർക്കിനാണ് വരിക. പിന്നെ ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ചോദിക്കും. മനോഭാവ മാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അപ്പോൾ പ്രധാനമായിട്ടും അവിടെ നിങ്ങൾ മനോഭാവ മാറ്റം, ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ തിയറി നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ബാലൻസ് തിയറി മാത്രം ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കൊളിൻ പവൽ കോഗ്നിറ്റീവ് ഡിസോണൻസ്, അതും ചിലപ്പോൾ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു 3 മാർക്കിന്റെ പ്രെജുഡീസ് കുറക്കാനുള്ള വഴികൾ എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഒരു പ്രധാനമായിട്ടൊരു 3 രീതികൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ഇത് കൂടാതെ ഒരു 2 മാർക്കിന് ചിലപ്പോൾ സോഷ്യൽ കോഗ്നിഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ചോദിക്കും അല്ലേ. എന്താണ് സോഷ്യൽ കോഗ്നിഷൻ? നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലെ വിവരങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു, ഓർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇത് സോഷ്യൽ കോഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്സസ്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഗ്രൂപ്പുകളിൽ ചേരുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും. വൈ ഡു പീപ്പിൾ ജോയിൻ ഗ്രൂപ്പ്സ്? എന്തൊക്കെ കാര്യം കൊണ്ട് ആൾക്കാർ ഗ്രൂപ്പിൽ ചേരുക? ഒന്ന് നമ്മുടെ സുരക്ഷിതത്വം അല്ലെ, സെക്യൂരിറ്റി, ദെൻ സ്റ്റാറ്റസ്, ദെൻ സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം, ദെൻ ഗോൾ അച്ചീവ്മെന്റ്, ലക്ഷ്യപ്രാപ്തി. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഗ്രൂപ്പിൽ ചേരുന്നത്. അതൊരു 4 മാർക്കിനും 3 മാർക്കിനും വരാം. പിന്നെ 2 മാർക്കിന് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സോഷ്യൽ ലോഫിംഗ്? എന്താണ് സോഷ്യൽ ലോഫിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു ഗ്രൂപ്പിൽ ചേർന്ന് ജോലി ചെയ്യുമ്പോൾ തനിച്ച് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ അധ്വാനം മാത്രമാണ് വ്യക്തികൾ പുറത്തെടുക്കുന്നത്. ഈ ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ ലോഫിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വടംവലിയൊക്കെ എഴുതി വെക്കാം. പിന്നെ 3ാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 3 ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അതായത് പ്രൈമറി സെക്കൻഡറി ഗ്രൂപ്പുകൾ തമ്മിലുള്ള മിനിമം 3 വ്യത്യാസങ്ങൾ എഴുതുക. ഇപ്പോൾ 2 വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനാണ് വരിക. 3 വ്യത്യാസം എഴുതുമ്പോൾ 3 മാർക്കിന് ചോദിക്കും അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? ഫേസ് ടു ഫേസ് ആണ്. സെക്കൻഡറി എന്താണ്? ബന്ധങ്ങൾ ഔദ്യോഗികമാണ് അല്ലേ. ഒന്ന് നേരിട്ടാണ്, മറ്റൊന്ന് ഔദ്യോഗികമാണ്. പിന്നെ അടുത്തൊരു വൈകാരിക ബന്ധം ഉണ്ടാവും പ്രൈമറി ആകുമ്പോൾ. സെക്കൻഡറി ആകുമ്പോൾ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ബന്ധമായിരിക്കും അത്. പിന്നെ പ്രൈമറിക്ക് എക്സാമ്പിളാണ് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ അല്ലേ. ദെൻ സെക്കൻഡറിക്ക് എക്സാമ്പിളാണ് പൊളിറ്റിക്കൽ പാർട്ടി, ഓഫീസ്, സ്കൂളുകളൊക്കെ. പിന്നെ ഗ്രൂപ്പ് പോളറൈസേഷൻ എന്താണെന്ന് 2 മാർക്കും ചോദിക്കും. അതായത് ഗ്രൂപ്പ് ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തല്ലേ ഒരു വിഷയത്തെക്കുറിച്ച് ഗ്രൂപ്പിൽ ചർച്ച നടക്കുമ്പോൾ നമ്മൾ എന്താണ് അംഗങ്ങളുടെ ആദ്യത്തെ നിലപാടുകൾ കൂടുതൽ ശക്തമാവുന്നതിനാണ് ഗ്രൂപ്പ് പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം എന്ന് പറയുന്നത്. പിന്നെ ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഇതിന് പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 5 മാർക്കിനെ ചോദ്യം വരുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് നമ്മുടെ അനുവർത്തനം, അതേപോലെ തന്നെ സമത്വം, അനുസരണ എന്നിവ വിശദമാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ കൺഫേമിറ്റിയും അതേപോലെ തന്നെ ഒബീഡിയൻസ് ഒക്കെ അല്ലേ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ +2 സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. പിന്നെ ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു A+ മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.